നാട്ടിൽ ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്ന ഒരാൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ പ്രശാന്ത് ശിവൻ. ഗുഡ് മോർണിംഗ് സുജിയ. പ്രശാന്ത് സാധാരണ വാർത്തകളിലാണ് പ്രതികരിക്കുന്നത്, പക്ഷേ ഇത് പ്രശാന്തിനെ കുറിച്ചുള്ള വാർത്തയാണ്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വാർത്താ താരമായി മാറും ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനിടയിലെന്ന്? ഇത് നിങ്ങളൊക്കെ കൂടെ തരുന്നൊരു പണി കൂടിയല്ലേ വാർത്താ താരം എന്നൊക്കെ പറയുന്നത്. വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ, അതാണ് വാർത്താ താരം. ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തലക്കെട്ടുകളിലൊക്കെ പ്രശാന്ത് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പബ്ലിസിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും രണ്ട് രീതിയിൽ ബാധിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് കരുതി നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് കൂടുതലായിട്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ചുമതലകൾ ഇത്തരത്തിൽ ഏൽപ്പിച്ചിരുന്നു. അതുപോലെ മറ്റൊരു ചുമതല കൂടെ ഏൽപ്പിക്കുവാനായിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നത്. അതുപോലെ ഇത്തരത്തിലൊരു ചെറിയൊരു പ്രായത്തിൽ ഇതുപോലുള്ള വലിയൊരു ചുമതല പാർട്ടി എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുവാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ പാർട്ടി എത്രത്തോളം ഇതുപോലുള്ള യുവാക്കളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. പ്രശാന്ത് ശിവൻ ഇപ്പോൾ ജിമ്മിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതായത് ഒരു തലമുറ മാറ്റം അത് പാർട്ടി കേഡറുകളിലും അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിലും സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി പ്രശാന്ത് ശിവനെ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്തുകൊണ്ട് പ്രശാന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പുതിയ തലമുറയുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കൊണ്ടും പുതിയ തലമുറയുമായി അവർക്ക് ഒരു യുവ നേതൃത്വം എന്തുകൊണ്ട് വരണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായി പ്രശാന്തിനെ ഉയർത്തിക്കാട്ടുക എന്ന ഒരു ലക്ഷ്യം കൂടി പാർട്ടിക്കുണ്ട് എന്നതാണ് സംസ്ഥാന അധ്യക്ഷനോട് സംസാരിച്ചപ്പോൾ എനിക്കും വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ പാർട്ടി നൽകുന്ന ഈ ഉത്തരവാദിത്തം അത് മറ്റു പലരെയും മറികടന്നുകൊണ്ടാണ്. അത് പ്രശാന്തിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും നഗരസഭാ ഭരണം നിലനിർത്തുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്നുണ്ട്. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പണ്ടാരോ പറയാറുണ്ട്, ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് യു വിൽ ബി ഔട്ട്ഡേറ്റഡ് എന്നുള്ളത്. അതായത് നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഔട്ട്ഡേറ്റ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ തലത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യുന്നതും പുതിയ ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതും പുതിയ ആളുകളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നതും പുതിയ ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഇതൊക്കെ ഭാരതീയ ജനതാ പാർട്ടി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാതിരുന്ന ആളുകളെയാണ് BJP മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് BJP ഇത്തരത്തിലുള്ള ആളുകൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൊടുക്കുന്നത് ആദ്യമായിട്ടല്ല. ഇത് ഒരു തുടക്കം എന്ന തലത്തിൽ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധി തവണ നടത്തി അത് വിജയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, 4 വനിതകൾക്കാണ് വനിതാ ശാക്തീകരണം എന്ന് പറയുന്നത്. കേവലം വാക്കുകളിൽ മാത്രമല്ല, 4 വനിതകൾക്കാണ് ജില്ലാ അധ്യക്ഷന്മാരായിട്ട് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ജാതി സമവാക്യങ്ങൾ അങ്ങനെ എല്ലാത്തിനും കാറ്റിപ്പറത്തിക്കൊണ്ട് എല്ലാ തലത്തിലുള്ള ആളുകൾക്കും പരിഗണന നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടി എല്ലാവർക്കും ഇത്തരത്തിൽ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള പ്രശാന്ത് പറയുമ്പോൾ പ്രശാന്തിന് അറിയാമല്ലോ, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ മറുഭാഗത്ത് നിന്ന്, അതായത് താങ്കളുടെ പാർട്ടിയുടെ എതിർപക്ഷത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തിയത് മൂത്താൻ സമുദായവുമായുള്ള പ്രശ്നങ്ങൾ, മൂത്താൻ തറയിൽ നിന്ന് വോട്ടുകൾ ചോർത്തും എന്ന് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 1996 ശേഷം മൂത്താൻ വിഭാഗത്തിൽ നിന്ന് ഒരു ജില്ലാ അധ്യക്ഷൻ ഇതാദ്യമായി വരികയാണ്. അങ്ങനെയുള്ള കൃത്യമായ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കൽ കൂടി, അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കോൺഗ്രസ് പ്രചരിപ്പിച്ചതുപോലെ ഉണ്ടെങ്കിൽ അതും നീക്കുകയാണ് പാർട്ടി. അതായത് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിരിക്കുന്നു പ്രശാന്തിനെ തെരഞ്ഞെടുക്കുന്നതിൽ എന്ന് വേണ്ടേ കരുതാൻ. മൂത്താന്തരയെ സംബന്ധിച്ചിടത്തോളം
എന്നും ദേശീയ പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള പാരമ്പര്യമാണ് മൂത്താന്തരയിലെ ആളുകൾക്കുള്ളത്. യാതൊരുവിധ തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി ദേശീയതയോടൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ് മൂത്താന്തരയിലെ ആളുകൾ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരം എന്ന് പറയുന്ന സമയത്ത് മൂത്താന്തര എന്നുള്ള ഫാക്ടർ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചതിനേക്കാളും കൂടുതൽ ഇത്തരത്തിൽ തങ്ങളുടെ കഴിവുകൾ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പാർട്ടിയിൽ അവസരങ്ങൾ ലഭിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അവസരങ്ങളുടെ ഒരു കലവറയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. BJP-യിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ധാരാളം ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് സംഘടനാ തലത്തിലുള്ള ഓർഗനൈസേഷണൽ ചുമതലകളാണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതാണെങ്കിലും ശരി. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു പാർട്ടികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് BJP. കാരണം അവസരം നൽകുന്ന കാര്യത്തിൽ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് നിരന്തരമായി പദവികൾ വഹിച്ചു വരുന്നൊരു പാർട്ടിയല്ല BJP. ആരുടെയും മക്കളായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടോ പാർട്ടിയിൽ അവസരങ്ങൾ ലഭിക്കുന്നൊരു പാർട്ടിയല്ല BJP. ആരുടെയും നോമിനിയായി നിൽക്കുന്നതുകൊണ്ട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു പാർട്ടിയല്ല BJP എന്ന് പറയുന്നത് പ്രവർത്തകരുടെ പാർട്ടിയാണ്. പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അവരുടെ കഴിവുകൾ ഈ സമൂഹത്തിന് മുൻപിൽ കാണിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ തീർച്ചയായും അതാണ്. പ്രശാന്ത് ശിവൻ, പ്രശാന്ത് ആരാണ് എന്ന് ചോദിച്ചവർക്ക് എനിക്ക് പ്രശാന്തിനെ വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് പ്രശാന്ത് ആരാണെന്നതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ സംശയമുള്ളവർക്കായി പ്രശാന്തിന് RSS ഒരു അല്ലെങ്കിൽ RSSന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയുണ്ട്, അല്ലെങ്കിൽ RSS നിർദ്ദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രശാന്ത് വളർന്നു വന്നത് എങ്ങനെയാണ്, പ്രശാന്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നത് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. എങ്ങനെയാണ് പ്രശാന്ത് എന്ന പേരിലേക്ക് വന്നത്, പ്രശാന്തിന് എന്താണ് ഈ ഒരു സംഘടനാ ചുമതലയിലേക്ക്, ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു 35-കാരനെ പരിഗണിക്കുമ്പോൾ എന്താണ് ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെയാണ് പുറത്തു കേൾക്കുന്നത്. എൻ്റെ ചോദ്യങ്ങളല്ല, പുറത്തുയരുന്ന ചോദ്യങ്ങൾ. അത് പ്രശാന്തിൻ്റെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവരോടുള്ള മറുപടി എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തേർഡ് ഇയർ OTC ഒക്കെ 2013 കഴിഞ്ഞ ആളാണ് പ്രശാന്ത് ശിവൻ എന്നതാണ്. മാത്രമല്ല വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ തന്നെ സംഘടനാ രംഗത്ത് കൃത്യമായി RSSുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ കൃത്യമായി പ്രവർത്തിച്ച് ആ ഒരു ശിക്ഷണം ലഭിച്ചതിൻ്റെ ഒരു അച്ചടക്കം പ്രശാന്തിൻ്റെ വാക്കുകളിലും പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. ഈ വിമർശകർക്കുള്ള മറുപടി എന്താണ്? ആരാണ് യഥാർത്ഥത്തിൽ പ്രശാന്ത് ശിവൻ? അല്ല, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ അല്ലാതെ മറ്റു ആളുകൾ ആരും പരസ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. പ്രത്യേകിച്ച് എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളെക്കുറിച്ചോ നമുക്ക് പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വളർന്നു വന്ന പശ്ചാത്തലവും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് ദേശീയ ധാരയിൽ ഊന്നിക്കൊണ്ടുള്ളത് തന്നെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ദേശീയ പ്രസ്ഥാനങ്ങളെ കൈവിട്ടു നിന്ന ചരിത്രം എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ പ്രദേശത്തിനോ ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ പ്രസക്തിയുമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നമ്മൾ എങ്ങനെ നിറവേറ്റുന്നു, ഈ പാർട്ടിക്ക് നമ്മൾ എന്താണ് തിരിച്ച് പ്രതിഫലമായി നൽകാൻ പോകുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നൽകാൻ പോകുന്നത് എന്നതിലാണ് നമുക്ക് ലഭിച്ച ഉത്തരവാദിത്വത്തിൻ്റെ മഹത്വമുള്ളത്. എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ പ്രസക്തിയുമില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം പാലക്കാടിൻ്റെ സമസ്ത മേഖലകളിലും എത്തിക്കുന്നതിൽ എങ്ങനെയുണ്ട് എന്നതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ശ്രീ പ്രശാന്ത് ശിവൻ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ ജില്ലാ അധ്യക്ഷന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത്, ഇപ്പോൾ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ, ഈ വാർത്തകളിലൂടെയാണ് എങ്കിൽ പോലും പ്രതികരണങ്ങൾ പലതും വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നഗരസഭാ അധ്യക്ഷ പ്രമീളയടക്കം N ശിവരാജൻ എന്ന ദേശീയ കൗൺസിൽ അംഗമടക്കം 9 കൗൺസിലർമാർ ഉടക്കി നിൽക്കുന്നു. അവർ രാജിവെക്കാൻ പോകുന്നു. പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കിയാൽ രാജിവെക്കും എന്നുള്ള ഭീഷണി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ തന്ത്രം അവർ ഉയർത്തുന്നുണ്ട് എന്നത് താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. എന്താണ് അതിനുള്ള മറുപടി? അവരെയൊക്കെ മാറ്റാൻ കഴിയുമോ? നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമോ? എൻ്റെ അറിവിൽ ഇത്ര നേരം വരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് വ്യക്തിപരമായിട്ടോ സംഘടനയുടെ മുകളിലുള്ള ആരോടെങ്കിലും സംസാരിച്ചതായിട്ട് എനിക്ക് അറിവില്ല. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇന്ന് കാലത്ത് 10:30 മണിക്ക് പുതിയ ജില്ലാ അധ്യക്ഷനെ ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിക്കും. അതിനുശേഷം
ഇത്തരത്തിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും പുതിയ ജില്ലാ അധ്യക്ഷൻ കൃത്യമായ മറുപടി നൽകും. പിന്നെ പണ്ട് എനിക്ക് തോന്നുന്നു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ ഓരോന്നും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. ആ അവസരങ്ങളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി ആ വെല്ലുവിളികളെ മുഴുവൻ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. പ്രശാന്ത് ശിവൻ, കുറെ നല്ല കമന്റുകൾ വരുന്നുണ്ട്. നമ്മൾ തത്സമയമാണല്ലോ സംസാരിക്കുന്നത്. അബ്ദുൽ കലാം ചോദിക്കുന്നു, പ്രശാന്ത് ഓൾ ദ ബെസ്റ്റ്, രാഷ്ട്രീയം മതിയാക്കി സിനിമയിൽ അഭിനയിച്ചൂടെ, സുന്ദരനാണല്ലോ എന്ന് പറയുന്നു. നിധീഷ് പറയുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ ഉയർന്നു വന്ന സ്വയംസേവകനാണ്. അതോടൊപ്പം സലീം മുഹമ്മദ് ചോദിക്കുന്നു, ജിമ്മിലിരുന്നാണല്ലോ സംസാരിക്കുന്നത്, നിങ്ങൾ പ്രോട്ടീൻ പൗഡർ അടിക്കുമോ എന്ന്. ഇതിനൊക്കെ എന്താ മറുപടി? നമ്മൾ നിരന്തരമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു മറുപടി എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ മുൻപിൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്വന്തം ശരീരത്തെ ഒരു ദേവാലയം കണക്കെയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത്, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഏതൊക്കെ നമ്മൾ എന്ത് പൊസിഷനിൽ എത്തുകയാണെങ്കിലും, അത് പൊതുരംഗത്താണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന മറ്റു മേഖലയിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക. കാരണം നമ്മുടെ ശരീരം മാത്രമാണ് നമ്മളോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാവുന്നത്. നമ്മുടെ സ്വന്തം നിഴൽ പോലും ഇരുട്ട് വിളിക്കുന്ന സമയത്ത് നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് പരമാവധി ഇത്തരത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി സമയം സുഹൃത്തുക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ കണ്ടെത്താറുണ്ട്. മാക്സിമം ട്രിപ്പ് പോകാറുണ്ട്, നല്ല റൈഡ് പോകാറുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് റൈഡൊക്കെ നമ്മൾ രാത്രി ഒരു 11-12 മണിക്ക് ശേഷമൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം ബൈക്കിൽ കറങ്ങി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വരുന്ന സമയത്ത് കിട്ടുന്ന വൈബൊന്നും നമുക്ക് വേറെ ഏതിൽ നിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ബോഡി നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ പ്രോട്ടീനിനെ സംബന്ധിച്ചിടത്തോളം അത് അവരവരുടെ ഡയറ്റിൻ്റെ ഭാഗമാണ്. അവരവരുടെ ഡയറ്റീഷ്യനായിട്ടും ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത ശേഷം അവർ അത് ബാക്കി ഫോളോ അപ്പ് ചെയ്ത് തന്നായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും പ്രശാന്ത് കുറെ കാലമായോ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിൽ കൂടുതലായി. പക്ഷെ പല സമയത്തും റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാറില്ല. എന്നിരുന്നാൽ തന്നെയും ആഴ്ചയിൽ ഒരു 2-3 ദിവസം എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ജിമ്മിൽ എത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതില്ലാത്ത ദിവസങ്ങളിൽ എന്ന് പറയുന്നത് ഒരു ജില്ലാ അധ്യക്ഷൻ തന്നെ പ്രാവർത്തികമാക്കി കൊടുക്കുകയാണ്. അല്ല, അത് ജില്ലാ അധ്യക്ഷൻ പ്രാവർത്തികമാക്കണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ എല്ലാ യൂത്ത്സും ഉണ്ടാവും. അത് ഒന്നെങ്കിൽ ക്രിക്കറ്റ് കളിയായിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ നീന്തലായിരിക്കും, അല്ലെങ്കിൽ ജിമ്മായിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റികളിൽ എസ്പെഷ്യലി മലയാളീസ് എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ പ്രശാന്ത് ജിമ്മിലും കൂടി പോയി ഉഷാറായാണ് ഇന്ന് ചുമതല ഏൽക്കാൻ പോകുന്നത്. ഈ ജിമ്മിൽ പോയ ഞാൻ എത്ര വർഷമായെന്ന് അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ചുമതല ഏൽക്കാൻ പോകുന്ന പ്രശാന്തിന് എല്ലാ ഭാവുകങ്ങളും ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കുറച്ചുകൂടി കരുത്ത് കൂട്ടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും സംഘടനാ ചുമതലയിലേക്ക് വരുമ്പോൾ പല പ്രതിസന്ധികളെയും കരുത്തോടെ, മനക്കരുത്തും അതുപോലെ തന്നെ കായിക കരുത്തും വേണമല്ലോ. അപ്പോൾ എല്ലാ ആശംസകളും. പ്രശാന്ത് ചുമതല ഏൽക്കാൻ പോവുകയല്ലേ? ഓക്കെ, താങ്ക് യു സുജയ.